കേരളത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ ക്ഷാമം പരിഹരിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്നു. പുതിയ തസ്തികകൾ സൃഷ്ടിക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു കൊല്ലം മുമ്പ് ശുപാർശ നൽകി. പക്ഷേ ആ ഫയൽ ഇപ്പോഴും ചുവപ്പ് നടയിൽ. രാജ്യത്ത് റോഡ് അപകടങ്ങളിൽ മൂന്നാമതാണ് കേരളം. ദേശീയപാതകളിലെ അപകടങ്ങളിൽ രണ്ടാമതും. അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും മോട്ടോർ വാഹന വകുപ്പിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. 2022 ഒക്ടോബറിലാണ് പുതിയ തസ്തികകൾ സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് സർക്കാരിന് ശുപാർശ നൽകിയത്. 198 എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും 14 ജോയിന്റ് RTOമാരുടെയും അധിക തസ്തികകൾ സൃഷ്ടിക്കണമെന്നായിരുന്നു ആവശ്യം. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ശുപാർശ ഇപ്പോഴും സെക്രട്ടേറിയറ്റിലെ ചുവപ്പ് നാടയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സംസ്ഥാനത്ത് നിലവിൽ 85 എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളിലായി 340 ഉദ്യോഗസ്ഥരാണ് ആകെയുള്ളത്. കേരളത്തിന്റെ വാഹന സാന്ദ്രതയനുസരിച്ച് 1,00,000-ഓളം വാഹനങ്ങളാണ് ഇവർ ദിവസവും പരിശോധിക്കേണ്ടി വരുന്നത്. 3 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നാണ് ചട്ടമെന്നിരിക്കെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ പകൽ സമയത്ത് 8 മണിക്കൂർ മാത്രമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള ഡ്യൂട്ടികൾ ചുരുങ്ങി. പരിശോധന കുറഞ്ഞതോടെ രാത്രി സമയത്തുൾപ്പെടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ വൻ വർധനവാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്നത് സർക്കാരിൻ്റെ തന്നെ കണക്കാണ്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതാണ് മോട്ടോർ വാഹന വകുപ്പ് നേരിടുന്ന പ്രതിസന്ധി. പ്രശ്നപരിഹാരം കാണേണ്ടത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. വിജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഇതിൻ്റെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്യും. അതിനു മുമ്പ് ഒരു സങ്കടകരമായ വാർത്ത പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. 9ാം നിലയിൽ നിന്ന് വീണൊരു യുവതി മരിച്ചു. കാക്കനാട് വ്യവസായ മേഖലയ്ക്ക് സമീപത്തെ ശ്വാസ് സൈബർ ഹിൽസ് എന്ന ഫ്ളാറ്റിൻ്റെ 9ാം നിലയിൽ നിന്ന് യുവതി വീണ് മരിച്ചു. ചേർത്തല സ്വദേശിനി ദേവി ലതയ്ക്കാണ് ഈ ദാരുണാന്ത്യം ഉണ്ടായത്. കിടപ്പുമുറിയിലെ ബാൽക്കണിയിൽ നിന്നും വീണാണ് അപകടം സംഭവിച്ചത്. സൈബർ പാർക്കിലെ സ്വകാര്യ കമ്പനിയിലാണ് ഇവർ ജോലി ചെയ്യുന്നത് എന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ സങ്കടകരമായി പോയി ആ വാർത്ത. എന്തായാലും ഉദ്യോഗസ്ഥന്മാരുടെ കുറവ് നികത്തണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശുപാർശ ചെയ്തിട്ട് ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞു. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാതെ മോട്ടോർ വാഹന വകുപ്പിലെ ജോലികൾ എങ്ങനെ നടക്കുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതിപ്പോൾ മോട്ടോർ വാഹന വകുപ്പെന്നല്ല, നമുക്ക് ഏതൊരു വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥർ വേണം എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരെ മാത്രം പറഞ്ഞ കാര്യമില്ല, നമ്മളാണെങ്കിലും എല്ലാ പൊതുജനങ്ങളും അവരുടേതായ ഉത്തരവാദിത്വം കീപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ അപകടങ്ങൾ കുറയത്തുള്ളൂ. വാഹന അപകടങ്ങൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഉദ്യോഗസ്ഥരെ എന്തായാലും വേണം, ഇനിയും കൂടുതൽ വേണം. ഗണേഷ് കുമാറൊക്കെ പറഞ്ഞല്ലോ, ഒത്തിരി നിയമങ്ങളൊക്കെ മാറ്റണം, അങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാതെ നിരത്തിലിറങ്ങുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ്. ഇപ്പോൾ 2 വീലർ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് പക്ഷേ ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയാമോ എന്നുള്ളതൊരു ചോദ്യമല്ലേ. നന്നായിട്ട് പഠിച്ചിട്ട് വണ്ടി ഇറങ്ങുക എന്നുള്ളതാണ് കാര്യമുള്ളത്. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ വേണം. അവർ മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. നമ്മളെ യുവാക്കളും നമ്മുടെ ഈ ട്രാഫിക്കും നിയമങ്ങളും എല്ലാം പാലിച്ച് വണ്ടി ഓടിച്ച റോഡ് പൊതുവെ നിയന്ത്രിക്കാൻ പറ്റും. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ എന്താ ചെയ്യുന്നത്? അവർക്ക് ഈ പറയുന്ന മോഡിഫിക്കേഷനും അതും ഇതും പിടിക്കാൻ സമയമുണ്ട്. അവർ അതേസമയം കൃത്യമായിട്ട് അവിടെ ബാക്കി കാര്യങ്ങൾ നോക്കുന്നില്ല. സർക്കാർ ആവശ്യത്തിനുള്ള നടപടി എടുക്കണം, ഉദ്യോഗസ്ഥരെയൊക്കെ കൂട്ടണം.